Hello friends, welcome back to my channel. ഇന്ന് നമ്മൾ എളുപ്പത്തിൽ ഒരു വാർലി ആർട്ട് ബോട്ടിൽ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ആദ്യം ബോട്ടിൽ എടുക്കുക, അത് നല്ല ക്ലീൻ ചെയ്ത് ഡ്രൈ ആക്കുക. അതിനുശേഷം ഒരു സ്പോഞ്ച് ഉപയോഗിച്ച് വൈറ്റ് അക്രിലിക് പെയിന്റ് അപ്ലൈ ചെയ്യുക. അത് 2-3 കോട്ട് അപ്ലൈ ചെയ്യുക. അതിനുശേഷം ഒരു മാർക്കർ ഉപയോഗിച്ച് നിങ്ങളുടെ വാർലി ആർട്ട് ഡിസൈൻ ഇതിൽ വരയ്ക്കുക. അതിനുശേഷം പെയിന്റ് ഉപയോഗിച്ച് അത് നല്ല രീതിയിൽ കളർ ചെയ്ത് എടുക്കുക. കണ്ടില്ലേ, എത്ര എളുപ്പമാണ്. ഞാൻ ഇതിനകത്ത് 3 ഡിസൈനാണ് വരയ്ക്കുന്നത്. അത് 3 വരച്ചിട്ട് കാണാം. മൂന്ന് വാർലി ആർട്ട് പിക്ചേഴ്സാണ് ഞാനിവിടെ ഡ്രോ ചെയ്തിരിക്കുന്നത്. ഇത് 3 കഴിഞ്ഞിരിക്കുകയാണ്. ഇനി നമ്മൾ ജൂട്ട് ത്രെഡ് ഉപയോഗിച്ച് ഇതിൻ്റെ മുകളിൽ ഒരു പ്രത്യേക തരം ഡിസൈൻ കൊടുക്കുകയാണ്. ഇത് ഞാൻ എങ്ങും കണ്ടിട്ടൊന്നുമില്ല, എൻ്റെ തന്നെ മനസ്സിൽ തോന്നിയ ഒരു ഐഡിയയിൽ ചെയ്യുന്നതാണ്. അതായത് നമ്മൾ മുടിയൊക്കെ പിന്നി മെടഞ്ഞിടത്തില്ലേ, അതേപോലെ നമ്മൾ ജൂട്ട് ത്രെഡ് ഉപയോഗിച്ച് ചെയ്തെടുക്കുകയാണ്. അതായത് 3 ത്രെഡ് എടുത്തിട്ട് അത് മുകളിലൊരു കെട്ട് കൊടുത്തിട്ട് മുടിയൊക്കെ മെടയുന്ന പോലെ തന്നെ നമ്മൾ മെടഞ്ഞെടുക്കും. അത് കുറച്ചധികം നമുക്ക് വേണം, കുറച്ച് ക്ഷമയോടുകൂടി ഇരുന്ന് ഇത് ചെയ്യുക. ഇതേപോലെ ടൈറ്റായിട്ട് നല്ല രീതിയിൽ നമ്മൾ ചെയ്തെടുക്കുക. എന്നിട്ട് അതിൻ്റെ എൻഡ് ഭാഗം വെറുതെ ഇങ്ങനെ അഴിച്ചിടണം. അപ്പോഴാണ് അത് കുറച്ചും കൂടി ഒരു ഭംഗിയുള്ള ഒരു ഡിസൈനായിട്ട് മാറുന്നത്. ഇതേപോലെ ഞാൻ കുറേ അധികം ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇത് ഈ ബോട്ടിലിൻ്റെ നെക്ക് ഭാഗത്തായിട്ട് അറേഞ്ച് ചെയ്യും. ആദ്യം ഒരു റബ്ബർ ബാൻഡ് ഇട്ടിട്ട് ഇത് ജസ്റ്റ് ഒന്ന് ടൈ ചെയ്യും. എന്നിട്ട് ഞാനത് ഗ്ലൂ കൂടി അപ്ലൈ ചെയ്ത് അത് ഫിക്സ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം ആ താഴോട്ട് കിടക്കുന്ന ഭാഗവും കുറച്ചൊന്ന് നമ്മൾ കട്ട് ചെയ്ത് കളയണം. ആ നെക്ക് ഭാഗം കംപ്ലീറ്റ് ആയിട്ട് ഇതേപോലെ കവർ ചെയ്തെടുക്കുക. ഇതേപോലെ കവർ ചെയ്തെടുക്കുക. മുകളിൽ കുറച്ച് ഭാഗം നമ്മൾ ജൂട്ട് ത്രെഡ് ഉപയോഗിച്ച് ഒന്ന് ഫിക്സ് ചെയ്യുന്നുണ്ട്. ആ ക്യാപ്പിൻ്റെ മുകളിലോട്ട് കൂടി കുറച്ച് കിടപ്പുണ്ട്. അത് കുഴപ്പമില്ല. അപ്പോൾ അത് ഒരു പ്രത്യേക തരം ഒരു രസമുണ്ട് അത് അങ്ങനെ കാണാൻ. ഇതേപോലെ ഫെവിക്കോൾ ഉപയോഗിച്ച് ഇത് സ്റ്റിക്ക് ചെയ്തിട്ട് നല്ല രീതിയിൽ ടൈറ്റായിട്ട് തന്നെ സ്റ്റിക്ക് ചെയ്യുക. വാർലി ആർട്ട് ഡിസൈൻ ഞാൻ വേറൊരു ബോട്ടിലും ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളത് കണ്ടിട്ടില്ലെങ്കിൽ ആ വീഡിയോയും കൂടി അത് കണ്ടു നോക്കുക. ഇതിൻ്റെ അടിഭാഗത്ത് താഴ്ഭാഗത്തുള്ളത് എക്സ്ട്രാ കിടന്നത് കൂടി ഞാൻ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഇനി നോക്കുമ്പോൾ ഈ ബോട്ടിലിൻ്റെ ബോട്ടം പാർട്ടിൽ വെറുതെ പ്ലെയിനായിട്ട് കിടക്കുക ആയതുകൊണ്ട് ഞാൻ ജസ്റ്റ് 3 ലൈൻസായിട്ട് ഡിഫറെൻറ്റ് കളേഴ്സിൽ ജസ്റ്റ് ഡ്രോ ചെയ്ത് കൊടുക്കുന്നുണ്ട്. വേണമെങ്കിൽ ഇവിടെയും നിങ്ങൾക്ക് ജൂട്ട് ത്രെഡ് ജസ്റ്റ് ഒന്ന് ചുറ്റി കൊടുക്കാം. ഇതിന് മുന്നേ ഞാനൊരു വാർലി ആർട്ട് ഡിസൈൻ ചെയ്തിട്ടുണ്ട്, അത് നോക്കിയാൽ മതി. ഇപ്പോൾ വാർലി ആർട്ട് യൂസ് ചെയ്തിട്ടുള്ള ബോട്ടിൽ ഡെക്കറേഷൻ ഇവിടെ ഫിനിഷ് ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് ഞാൻ കരുതുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് മൈ വീഡിയോസ്. ടേക്ക് കെയർ. ബൈ.